ഒരുപാട് നല്ല വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറങ്ങി നിന്നിരുന്ന അച്ഛൻ കുഞ്ഞിനെ ഓർമ്മയില്ലേ? അതേ അച്ഛൻ കുഞ്ഞിന്റെ മകളെ ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇത് അച്ഛൻ കുഞ്ഞിന്റെ മകൾ ലിസമ്മ. കോട്ടയം താഴ്ത്തങ്ങാടിയിലെ വാടക വീട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൾക്കൊപ്പമാണ് ലിസമ്മയുടെ താമസം. 17 വർഷമായി ആശാപ്രവർത്തക. ഓണറേറിയവും ഇൻസെന്റീവും സഹിതം ഒരു മാസം ആകെ കിട്ടുന്നത് 9,000-ൽ താഴെ രൂപ മാത്രം. മരുന്നിനും വാടകയ്ക്കും പോലും അത് തികയില്ല. 38 വർഷമായി വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു വീട്ടിൽ എങ്ങനെയാണ് 3 വർഷം കഴിയുമ്പോൾ അവർ മാറാൻ പറയും. അങ്ങനെ മാറി മാറി ഓടി നടന്ന് ഇപ്പം ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. 7 മാസത്തെ വാടക ഞാൻ കുടിശ്ശിക വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ആങ്ങളുടെ ഒരു മകൻ വെളിയിലുണ്ട്. അവൻ 10,000 ഒക്കെ മാസം അയച്ചു തരും. പിന്നെ എൻ്റെ കുടുംബശ്രീ അംഗങ്ങൾ അവരെന്നെ സഹായിക്കുന്നുണ്ട്. മകളെ വീട്ടിലാക്കി ലിസമ്മ തിരുവനന്തപുരത്ത് സമരത്തിന് പോകും. തെരുവിലെ സമരത്തിനേക്കാളും ചൂടായി മകൾ ഉള്ളിലുണ്ട്. കാരണം ഇതിൻ്റെ സ്വഭാവം മാറുന്നപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ പണ്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കാലങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ വലിയൊരു പ്രശ്നമില്ല. മരുന്നിലൊക്കെ നിന്ന് പോകണം. പക്ഷെ 2 ദിവസം നമ്മൾ മരുന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം. അപ്പം അങ്ങനെ ഒരു സ്റ്റേജെല്ലാം നടക്കുന്നത്. പ്രത്യാശയാണ് ലിസമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സമരം വിജയിക്കുമെന്ന പ്രത്യാശ. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.